ഹായ്! ഹാപ്പി ഓണം! എവിടെയായി എല്ലാവരുടെയും ഓണപരിപാടികളൊക്കെ? ഞാൻ ഇവിടെ പൂക്കളിടാൻ പോണുള്ളൂ. ഇന്നലെ എനിക്ക് കുറച്ച് ബിസി ഡേ ആയിരുന്നു. ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ പൂക്കളിടാൻ പോവാണ്. ലെറ്റ്സ് സീ എങ്ങനെ പൂക്കളിടാൻ എനിക്ക് പൂക്കളിടാനുള്ള ടൈമൊന്നുമില്ല. സോ ഞാൻ പൂവൊന്നും പറിക്കാണ്ട് ഇങ്ങനെ പൂ അങ്ങനെ പാടെ വെച്ച് അങ്ങനെ കളറിടാനാണ് പോണത്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പൂവ്. നമുക്ക് ഈ കളറിലെ പൂവുണ്ട്, പിന്നെ കുറച്ച് വെള്ള, കുറച്ച് ഓഫ് വൈറ്റ്, പിന്നെ റോസ് ഉണ്ട് ഈ കളറിലെ, മാരിഗോൾഡ് ഉണ്ട്, പിന്നെ ഒരു വയലറ്റ് കളറിലെ ഒരു പൂവും കൂടി ഉണ്ട്. നമുക്കിനി എങ്ങനെയാന്ന് വെച്ചാൽ പൂക്കളിടാം. നോക്കട്ടെ. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബിസി ആയിരുന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇത്ര നേരം വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കളറിലെ പൂവ് കുറച്ച് അധികം ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം അത് മാത്രം പിച്ചിടാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ വരക്കാൻ അറിയില്ല. അപ്പോൾ ചുമ്മാ വട്ടത്തി പൂവിട്ട് പോയിട്ട് വരും. സാധാരണ ഓണത്തിന് ഡിസൈനൊക്കെ വരച്ചിരുന്നത് ശ്രേയ, എൻ്റെ കസിൻ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ ഈ പൂക്കളം ഇടാൻ പോകുന്നത്, അതിൻ്റെ ഡിസൈൻ വലിയ പിടിയൊന്നുമില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. പൂവിനൊക്കെ എന്താ പൈസ ഇവിടെ. ഈ വെള്ളപ്പൂവില്ലേ, കണ്ടോ ഈ വെള്ളപ്പൂവ്, ഇതിന് ഇന്നലെ രാവിലെ കിലോ 700 രൂപയായിരുന്നു. പിന്നെ 750 ലൈക്ക് കിട്ടാനില്ല. പിന്നെ 800 എന്നാൽ രാത്രി ഇതിൻ്റെ പൈസ 900 ഒരു കിലോന്. 100 ഗ്രാം വാങ്ങിച്ചാൽ 90 രൂപ. എക്സ്പെൻസീവ് പൂക്കളം. ഞാൻ ഇപ്പോൾ തറവാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് സദ്യ ഇപ്പോൾ ഹോട്ടലൊക്കെയാണ്. അപ്പോൾ പകുതി കറി തറവാട്ടിൽ നിന്നാണ് ഉണ്ടാക്കണത്. അപ്പോൾ അവിടേക്ക് ചേനയും തൈര് കൊടുക്കാൻ ഞാൻ തറവാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൂവൊക്കെ പിച്ചൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മാരിഗോൾഡ് ഞാൻ പിച്ചാനുള്ള കാരണം അത് പിച്ചാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും കഴിയില്ല. ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അടുത്ത ദിവസം ഓണപരിപാടിക്ക് തലയിൽ വെക്കാനുള്ള റോസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പൂക്കളിടാം. ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോ പൂവിൻ്റെ കളറ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായി വരുമോ, ഇങ്ങനെ കളറിൻ്റെ കോൺട്രാസ്റ്റ് വർക്കാവുമോ എന്നൊക്കെ. ഇനി ഞാൻ പൂക്കളിട്ടിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്മ ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ പൂക്കളിടാൻ സഹായിക്കുകയാണ്.
ആൻഡ് ഫൈനലി ഇതാണ് എൻ്റെ പൂക്കളം. എൻ്റെ സീറോ ഡ്രോയിങ് സ്കിൽസ് വെച്ച് ഞാൻ ഇത് തന്നെ ഒറ്റയ്ക്ക് ചെയ്തതിൽ ഞാൻ വളരെ പ്രൗഡാണ്. പക്ഷേ കൊള്ളാം. യാ ഇത് മതി. ഫോട്ടോ എടുക്കണം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തേ പറ്റൂ. അപ്പോൾ ഇനിയും ഞാൻ പോയി ഫ്രഷ് ആവണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൂക്കളാണ്. ഇനി കുളിക്കണം. അത് കഴിഞ്ഞ് സദ്യ കഴിക്കണം. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ തിരുവോണപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ ട്രെൻഡ് ഔട്ടായി. തിരുവോണപ്പാച്ചിൽ കുടിക്കാൻ പഴമില്ല, അപ്പൊ പഴം വാങ്ങാൻ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ആലോചിച്ചത് പഴമില്ല എന്നുള്ളത്. നമ്മളപ്പോ കത്തിക്കാണ് ഗായ്സ്. ഞങ്ങൾക്ക് സ്ഥിരം അതൊക്കെ. നമുക്ക് പഴം കിട്ടാനില്ല ഗായ്സ്. നേന്ത്രപ്പഴം ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് അതെ, ഒരു കടയിലും കിട്ടാനില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വന്നതാണ്. കൊറേ കടകൾ തോടി നമുക്കുള്ള പഴമാണ് എടുക്കുന്നത്. പാലട വേണം. അപ്പോൾ നമ്മൾ $500 കൊടുക്ക്. പാലട കിട്ടിയ രാവിലെ വന്നിരുന്നെങ്കിൽ ചൂട് കിട്ടിയ. എന്റെ വീട്ടിലെ സുന്ദരി മണികൾ നമുക്കപ്പോൾ സദ്യ വിളമ്പുകയാണ് ഗായ്സ്. ഇത് കണ്ടോ, സുന്ദരി മണികളെ ഒന്ന് ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവർക്കും അവസാനത്തെ വായ. Oh my god, I can't eat finish. ഞാൻ ഇറക്കിയ ഇങ്ങനെ പഴം ഇങ്ങനെ ചെയ്യേ. ഇതിന്റെ മുകളിലോട്ട് നമ്മൾ പായസം. അയ്യോ, കുറച്ചുള്ളൂ പായസം. ഇതല്ലേ എന്താണ് പപ്പടം, പഴം, പായസം. പായസത്തിന് എനിക്ക് വേറെ സാധനങ്ങൾ കടിക്കാൻ ഇഷ്ടമല്ല. ചോദിച്ചു ചൂടില്ലേന്ന്. അപ്പൊ അതുകൊണ്ട് രാവിലെ വന്നിരുന്നു ചൂടെടുത്ത് കുഴച്ച് ഇങ്ങനെ കൊടുക്കണ പലഹാരങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിലാ ഇതില് കണ്ടതാണ്. Wow. Very delicious. ഇപ്പൊ നമ്മുടെ പായസത്തിന്റെ ആ ഒരു ഭർത്താവശ്ശേരി, കുരുവശ്ശേരി, പിന്നെ നമ്മുടെ ചുമലേക്കൊന്നും വീഴുന്നില്ല. ഞങ്ങള് കെട്ടിയൊരുങ്ങി അമ്പലത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഓണല്ലേ, അതുകൊണ്ട് അതന്നെ കലക്കന ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് പിടിച്ചോട്ടോ.